പുഴയും കടന്നിലാണെങ്കിൽ വിശാലാണെങ്കിൽ യമുനയെ കട്ടിലിൻ്റെ അടിയിൽ ഒളിപ്പിച്ച് വെച്ചിരിക്കുകയായിരിക്കും. അങ്ങനെ വിനീതാണെങ്കിൽ പറയിപ്പിക്കാനായിട്ട് നല്ല ഇടി കൊടുക്കുന്നുണ്ട്. യമുനയെ കണ്ടെത്താനായിട്ട് ഗംഗയ്ക്കും കാവേരിക്കും അത്ര സാധിക്കുന്നൊന്നുമില്ല. ഇതേ സമയം അവർ വന്ന് ഇവിടെ ഇല്ല എന്ന് പറയുമ്പോൾ വിശാലാണെങ്കിൽ നമ്മുടെ വിനീതിനെ ദേഷ്യം പിടിപ്പിക്കുകയുണ്ട്, വാണിംഗ് നൽകുന്നുണ്ട്, ഭീഷണിപ്പെടുത്തുന്നുണ്ട് എന്ന് കാണാനായിട്ട് സാധിക്കും. വിശാൽ പറയുന്നുണ്ട്, എൻ്റെ ഫാം ഹൗസിൽ വന്ന് കളിച്ചവൻ ഒരുത്തനെയും ഞാൻ വെറുതെ വിടാൻ പോകുന്നില്ല. അത് ഈ ടൈലറിനെ പ്രത്യേകിച്ച്. ഇവൻ എന്നെ ധാരാളം ഉപദ്രവിക്കുകയും ചെയ്തു, തല്ലുകയും ചെയ്തു. ഇവൻ ഒരിക്കലും ഞാൻ വെറുതെ വിടില്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കെ ഒരു സംശയത്തിൻ്റെ പുറത്ത് വീണ്ടും നമ്മുടെ കാവേരി അകത്ത് കയറി നോക്കുമ്പോൾ യമുനയുടെ ബാഗ് കിട്ടുന്നുണ്ട്. ഇതേ സമയം ബാഗ് കിട്ടിയതും നമ്മുടെ ബാക്കിയുള്ളവരെ വിളിക്കുന്നതിൻ്റെ ഇടയിൽ തന്നെ കൂട്ടുകാരൊക്കെ ഓടി രക്ഷപ്പെടുന്നുണ്ട്. വിശാലിൻ്റെ. ഇതേ സമയം വിനീതാണെങ്കിൽ വിശാലിനെ പിടിച്ച് നല്ല ഇടി തന്നെ ഇടിക്കുന്നൊരു കാഴ്ച കാണാനായിട്ട് സാധിക്കും പ്രേക്ഷകരെ, പ്രിയ കൂട്ടുകാരെ. ഇതേ സമയമാണെങ്കിൽ നമ്മുടെ വിശാലാണെങ്കിൽ ആകെ അകപ്പെട്ടു പോകുന്നുണ്ട്, വിനീതിൻ്റെ ഇടി കൊണ്ട് ചെയ്യുന്നുണ്ട് എന്ന് കാണാൻ സാധിക്കും. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.